ഈ ഒരു കലണ്ടർ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കലണ്ടറിലെ ഓരോ പേജസും നമ്മൾ ഓരോ ദിവസത്തിന് കണക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുള്ളത്. സത്യമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ജനുവരി തുടങ്ങിയത്. ഈ ആഴ്ച ആയപ്പോഴത്തേക്ക് ജനുവരി തീർന്നു പോയി എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ ഞാൻ. കാരണം ഈ മാസം ഞാൻ എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു മാസം, അതായത് നമ്മുടെ ഫെബ്രുവരി മാസത്തേക്കുള്ള നമ്മുടെ ബുള്ളറ്റ് ജേർണിങ് ചെയ്യലും അതേപോലെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച നമ്മുടെ ബുള്ളറ്റ് ജേർണിങ്ങിൻ്റെ നമ്മുടെ ഫ്ലിപ്പ് ത്രൂം കൂടെ ആട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ബുള്ളറ്റ് ജേർണിങ് നോക്കാം. അതിൽ നമ്മുടെ വിഷൻ ബോർഡ് കാലിയേരി കിടക്കുകയാണ്. ഈ വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ 3 വിഷൻസ് ആയിരുന്നു ഈ ഒരു മന്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി മന്തിന്, അതായത് 5:30 to 6 ഇടയിൽ എണീക്കുക, വർക്കൗട്ട് ചെയ്യുക, റെഡ്യൂസ് 1 kg. അതിൽ റെഡ്യൂസ് 1 kg എന്നുള്ളതും അതേപോലെ ഫസ്റ്റിൽ വോക്കപ്പ് അറ്റ് 5:30 to 6 അത് രണ്ടും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 1 kg പകരം ഞാൻ 2.5 kg കുറച്ചിട്ടാണ്. പിന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പേജ് ആയിരുന്നു കേട്ടോ. അച്ചീവ്മെൻറ്റ്സ് പേജിൽ ഞാൻ നമ്മുടെ 6000 സബ്സ് ആയതിൻ്റെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂഡ് ട്രാക്കറിൽ ഞാൻ ഈ മന്ത് കൂടുതലും ഞാൻ ഹാപ്പി ആയിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതിലൊരു ദിവസം മാത്രമേ ഞാൻ ആംഗ്രി ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസം സാഡായിട്ടൊന്നും അങ്ങനെ കാമായിട്ടായിരുന്നു, ടയേർഡായിട്ട് 1-2 ദിവസം ഇട്ടുള്ളൂ. പിന്നെ ഞാൻ ബുക്കിൻ്റെ ഷെൽഫിൽ ഞാൻ ഈ മന്ത് വായിച്ചിട്ടുള്ള ഒരു ബുക്കിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒളിപ്പിച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാസത്തെ ഫിറ്റ്നസ് ട്രാക്കറാണ്. ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നുണ്ടല്ലോ, ഒരൊറ്റ ദിവസമേ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് എന്തോ ഒരു ആവശ്യം മുത്തി ചെയ്തതാണ്. അതപ്പം തന്നെ നിർത്തി പോയി ചെയ്തിരിക്കുന്നത്. ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലായിച്ചില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, എന്താ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ മാസം എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട 2 സീരീസ് എന്ന് പറയുന്നത് ഒന്ന് വെൻ ദ ഫോളോവിങ്സ് ആൻഡ് മിസ്റ്റർ പ്ലാങ്ക്ടൺ കേട്ടോ. ഓക്കെ, പിന്നെ 2 തിങ്സ് ടു ബൈ എന്നുള്ള ഇതിൽ 2 ഐറ്റംസ് ഞാൻ എഴുതി വെച്ചിട്ട്, ഒന്ന് ഒരു ഫോണ്, പിന്നെ ബുക്ക് ഷെൽഫ്. അത് ഈ വർഷത്തിനകത്ത് തന്നെ ഞാൻ എന്തായാലും വാങ്ങിച്ചിരിക്കും. പിന്നെ രണ്ടാമത് യൂട്യൂബാണ്. യൂട്യൂബിൽ നമ്മുടെ നിനു ഷാജിൻ്റെ ചാനൽ മെൻഷൻ ചെയ്തതും പിന്നെ അതേപോലെ എൻ്റെ ഫസ്റ്റ് പെൻപാൽ വന്നതും കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പീരീഡ് ട്രാക്കറിൽ എൻ്റെ പീരീഡ്സ് എന്തായിരുന്നു അത് എഴുതാൻ മറന്നിട്ടുണ്ട്. പിന്നെ സ്പെൻഡിങ് വ്ലോഗ്, സേവിങ് വ്ലോഗ്, അത് രണ്ടും ഗോവിന്ദയാണ്. കാരണം അത് എഴുതിയിട്ട് അതുണ്ടെങ്കിൽ ഈ വർഷത്തെ മൊത്തം ഞാൻ ഹാർട്ട് അറ്റാക്ക് വരുത്തേക്കും. കാരണം എന്ന് വെച്ചാൽ സ്പെൻഡിങ് വ്ലോഗ് തന്നെയാണ് കൂടുതലും, സേവിങ് വ്ലോഗിൽ ഒന്നും എഴുതാനില്ല. പിന്നെ സ്കിൻ കെയറിൽ ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാനൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും ചെയ്യായിരിക്കും. പിന്നെ ബക്കറ്റ് ലിസ്റ്റാണ്. അതിൽ ബങ്കി ജമ്പൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് എപ്പോഴെങ്കിലും ഈ വർഷത്തിനകത്ത് ഞാൻ അച്ചീവ് ചെയ്തെടുക്കും. ഇത് ജനുവരി മന്തിൻ്റെ അല്ല, നമ്മുടെ ഈ വർഷത്തേക്ക് മൊത്തത്തിലുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫെബ്രുവരിയിലേക്കുള്ള ബുള്ളറ്റ് ജേർണിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പേജ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഫെബ്രുവരി എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള മനസ്സ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ മാസമാണല്ലോ, അതുകൊണ്ട് ഒരു ഹാർട്ടൊക്കെ അങ്ങോട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഫോണ്ടിൻ്റെ മുകളിൽ കേട്ടോ. പിന്നെ അതായത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്റ്റിക്കർ ബുക്കായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു ഹാർട്ടിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്ന വന്നതിനെ കൊണ്ട് അതിൻ്റെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഒട്ടിക്കുന്ന ഓരോ സ്റ്റിക്കേഴ്സും അങ്ങനെ ചുമ്മാ വാരി ഒളിച്ച് ഒട്ടിക്കാതൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതിന് ഓരോ സ്റ്റിക്കേഴ്സിനും ഓരോ മീനിങ് ഉണ്ട്. അതായത് ഞാൻ അത്രയും മീനിങ് ഫുൾ ആയിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റിക്കർ ബുക്കത്താണ്. പിന്നെ രണ്ടാമത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ്സ് കേട്ടോ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ മീനിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫെബ്രുവരി ലവിൻ്റെ മന്താണ്, അതുകൊണ്ട് ലവ് എന്നുള്ള ഒരു സ്റ്റിക്കർ ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ തിന്നുന്ന സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കേക്ക്, കോഫി, ജ്യൂസുകൾ, അതേപോലെ ഡോണറ്റ്, അതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഈ മാസം കഴിക്കരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ ബുക്ക് വായിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, വീഡിയോ റെക്കോർഡ് ചെയ്യണം, പിന്നെ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യണം എന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സുകളാണ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ ഭയങ്കര നല്ല എന്താ പറയുക, സ്റ്റിക്കറൊക്കെ വരെ ഞാൻ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വയ്യ. പിന്നെ നെക്സ്റ്റ് പേജ് നോ ഷുഗർ പേജാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്തിനാ നോ ഷുഗർ പേജൊക്കെ? അതെ, ഈ ഒരു മന്തിൽ ഞാൻ ചെയ്യുന്ന ബുള്ളറ്റ് ജേർണിങ് കംപ്ലീറ്റ് ഒരു കോമഡി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ നന്നാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബുള്ളറ്റ് ജേർണിങ് കേട്ടോ. അതായത് ഞാൻ ഷുഗർ നന്നായിട്ട് കഴിക്കും. ആദ്യം ഞാൻ അത്ര കഴിക്കുന്ന ഒരാളല്ലായിരുന്നു, പക്ഷേ ഈ ആടായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷുഗർ കണ്ടൻറ്റ് ഞാൻ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോ ഷുഗറായിട്ട്, അതായത് ഡെയിലി ഷുഗർ എടുക്കാണ്ട് മാക്സിമം ഷുഗർ കുറയ്ക്കുന്ന അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോ ഷുഗർ പേജ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നിട്ട് അവിടെ ഷുഗറുള്ള സാധനങ്ങളായിട്ടുള്ള കേക്കും ഐസ്ക്രീമൊക്കെ അടങ്ങുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓർമ്മിപ്പിക്കണമല്ലോ തിന്നരുത് എന്നുള്ളത്. യെസ്, അപ്പോൾ അതിന് ഓരോ ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഞാൻ ഷുഗർ ഉപയോഗിച്ചിക്കണോ ഇല്ലേ എന്നുള്ളത് ഞാൻ അതിൽ ഓരോ കളർ വെച്ച് മാർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഹൈലൈറ്റ്സ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ മന്തിൽ എനിക്ക് സ്പെഷ്യലായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹൈലൈറ്റ്സ് ഭാഗം കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തത് അടുത്ത ട്രാജഡി ആവാൻ പോകുന്ന സംഭവമാണ് ഫോൺ യൂസേജ്.
ഫോണിൻ്റെ യൂസേജ് നല്ലോണം കുറയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എന്തോ എനിക്കത് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വീണ്ടും കുറച്ച് ഹൃദയങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എത്ര മണിക്കൂർ ഫോൺ യൂസ് ചെയ്തെന്നുള്ളത് ഞാനിതിൽ കളർ കൊണ്ട് അടയാളപ്പെടുത്തു കേട്ടോ. അപ്പോൾ ഈ മാസം കഴിയുമ്പോൾ ഞാനിത് എന്തായാലും വീണ്ടും ഫ്ലിപ്പ് ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് മിക്കവാറും ട്രാജഡി ആയതായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഞാനിവിടെ മോർ ദാൻ 2 ഹവറും ലെസ് ദാൻ 2 ഹവറാണ് കൊടുക്കുന്നത്. മിക്കവാറും അത് എല്ലാത്തിലും റെഡ് കളർ, അതായത് മോർ ദാൻ 2 ഹവർ തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം എത്ര ഫോൺ യൂസ് ചെയ്യരുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും യൂസ് ചെയ്ത് പോകുന്നുണ്ട്. യെസ്, ഓക്കെ. പിന്നെ റീഡിങ് ട്രാക്കർ, ഞാൻ ഇപ്രാവശ്യം കുറേ ബുക്ക് വായിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഈ മന്ത് നന്നായിട്ട് ബുക്സ് വായിക്കണം എന്നുള്ളതിനെ കൊണ്ട് ഞാൻ ചെയ്തതാണ്. കുറച്ച് പിക്സൽസ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കൂർ ഞാൻ ബുക്സ് വായിച്ചു എന്നുള്ളതിനാണ് കേട്ടോ. ഫോണിൻ്റെ യൂസേജും കുറയ്ക്കണമല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ലെസ് ദാൻ 30 മിനിറ്റ്സ്, 30 മിനിറ്റ്സ് ടു 1 ഹവർ, അതേപോലെ 1 ഹവർ ടു 2 ഹവർ, മോർ ദാൻ 2 ഹവർ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഫെബ്രുവരീൻ്റെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫെബ്രുവരിയിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഓരോന്നിനും ഓരോ അർത്ഥവത്തായിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. വെറുതെ വാരി വലിച്ചൊട്ടിച്ചല്ല. കാണാൻ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതങ്ങനെയല്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പുതിയ 2 ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമോ എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ ആ ലാംഗ്വേജ് ഞാൻ കഷ്ടപ്പെട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അതെവിടം വരെ എത്തുമോ എന്നും അറിയാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ ആ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് തൽക്കാലം പറയുന്നില്ല. എന്നിട്ട് ഇവിടെ തന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ നോ ഷുഗർ പേജാണ്. പഞ്ചസാരൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്ത സാധനങ്ങൾ കഴിക്കണം എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരൻ്റെ കണ്ടൻറ്റ് ഉള്ള സാധനത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ള ഒരു പേജാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഹൈലൈറ്റ് പേജാണ്. ഇതിൽ ഈ മാസം നടന്നിട്ടുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഫോൺ യൂസേജ് മിക്കവാറും ഈ ഒരു മാസം അവസാനിച്ച് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലിപ്പ് ത്രൂ കാണിക്കുമ്പോൾ അതിൽ മൊത്തത്തിൽ റെഡ് കളറായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് റീഡിംഗ് ട്രാക്കറാണ്. ഇതിൽ ഞാൻ എന്തായാലും ഒരു ചേഞ്ച് വരുത്തും. എന്തായാലും ഞാൻ വായിക്കാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. നോക്കാം എന്താകും എന്തോ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫെബ്രുവരിയിലേക്കുള്ള നമ്മുടെ ബുള്ളറ്റ് ജേർണൽ. ചെയ്യുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ഓഫ് ദ ഡേ ഇതാണ് കേട്ടോ. ലിബക്കുട്ടിക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട്. ലിബ ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമൻറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ലിബൻ്റെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഇതുപോലെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.